This call is now being recorded. So today we are going to discuss about the type 3 of unbalanced assignment problem. Unbalanced assignment problem in the situation. Unbalanced, as you know, or square matrix allata situation and unbalanced assignment problem in the sense that balanced assignment problem standard number of rows, columns equal in check this question, as you see in this question, there are 3 jobs and 4 workers. അല്ലെങ്കിൽ 3 column 4 row ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ number of rows is not equal to the number of column. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് അസൈൻമെന്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹംഗേറിയൻ മെത്തേഡാണ്. And to solve a problem like this, the number of rows should be equal to the number of columns. So to make this problem a balanced one, ipo ivide namukku shortage ennu parayunnu, as you see there are 4 rows, 4 rows undu പക്ഷെ 3 കോളമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറവ് എന്ന് പറയുന്നത് ഒരു കോളമാണ്. ആ കോളം വി ഹാവ് ടു എൻ്റർ എ ഡമ്മി കോളം. ഒരു ഡമ്മി കോളം കൊണ്ടുവരണം ഇവിടെ J4. To make the problem balanced one, we create a dummy job. കാരണം കോളം കുറവുള്ളത് കൊണ്ടാണ് ഡമ്മി ജോബ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ സപ്പോസ് ഈ ഒരു പാർട്ടാണ് ഇല്ലാതിരുന്നത് അല്ലെങ്കിൽ ഒരു റോ ആണ് കുറവെങ്കിൽ വി ക്രിയേറ്റ് എ ഡമ്മി വർക്കർ. അപ്പൊ എന്ത് വാല്യൂ ആയിരിക്കും അപ്പൊ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക? ഇപ്പൊ വി ഹാവ് ഡിസൈഡഡ് ടു ക്രിയേറ്റ് എ ഡമ്മി ജോബ് കോൾഡ് job 4. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂസ് ക്വസ്റ്റനിൽ തന്നെ പറയുന്നുണ്ട് കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത് എന്ന്. അപ്പൊ ഇവിടെ ഈ ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ജോബിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. കാരണം ശരിക്കും അങ്ങനെ ഒരു ജോബ് ഇല്ല, വി ആർ ക്രിയേറ്റിംഗ് ഇട്ട്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ആ ജോബിന് ഉണ്ടാവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വി അസ്യൂം ഇറ്റ് ആസ് 0. അപ്പൊ ഒരു ഡമ്മി ജോബ് അല്ലെങ്കിൽ ഒരു 4ാമത്തെ കോളം ആഡ് ചെയ്തു വിത്ത് ദി വാല്യൂസ് 0 വാല്യൂസ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് പ്രോബ്ലത്തിനെ നമ്മൾ ബാലൻസ്ഡ് ഫോം ആക്കും, അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റും. ഇത് മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളൂ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. റെസ്റ്റ് ഓൾ ദ തിങ്സ്, അതായത് ഇനി വരുന്ന റോ ഓപ്പറേഷൻ, കോളം ഓപ്പറേഷൻ, മാർക്കിംഗ്, ടെസ്റ്റ് ഓഫ് ഒപ്റ്റിമാലിറ്റി, ഇതെല്ലാം ഇതുവരെ നിങ്ങൾ ടൈപ്പ് 1ലും 2ലും എന്ത് തന്നെയാണോ പഠിച്ചത് അതേ പ്രോസസ്സ് അതേപോലെ ഫോളോ ചെയ്യും. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അപ് ടു ദ സ്റ്റേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആണ് കുറവെങ്കിൽ ഒരു ഡമ്മി റോ കൊണ്ടുവരും, ഡമ്മി കോളം ആണ് കുറവെങ്കിൽ ഡമ്മി കോളം കൊണ്ടുവരും. റെസ്റ്റ് ഓൾ ദ തിങ്സ് ആർ ദ സെയിം. ആ ടൈപ്പ് 1ലും 2ലും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നോ ഡിഫറൻസ് ഇൻ ദാറ്റ്. So you can write down this question and we can together solve this. Write the heading unbalanced assignment problem and write this question. Once you finish writing, you can post in the chat box yes and no. What about the others? Okay, fine. We can start solving the question.
So as the first step, we have to make it balanced one. You have to write the problem is a unbalanced one, and we have to introduce a dummy column or a dummy job എന്ന് എഴുതി ചെയ്യാം. And after that you can add that also. ആ കോളം ആഡ് ചെയ്തും കൂടെ കൊടുക്കുക. So I am including the dummy column. Okay, first എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ഓവർ. ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്തു, ബാലൻസ്ഡ് അല്ലായിരുന്നു. നമ്മളൊരു ഡമ്മി കോളം കൊണ്ടുവന്ന് അതിനെ ബാലൻസ്ഡ് ആക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റോ ഓപ്പറേഷൻ. റോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ റോസിലെയും സ്മോളസ്റ്റ് വാല്യൂ, ഓരോ റോയിലെയും സ്മോളസ്റ്റ് വാല്യൂവിനെ കണ്ടെത്തിയിട്ട് അതിനെ ആ കറസ്പോണ്ടിങ് റോയിലെ വാല്യൂസ് ഒന്ന് മൈനസ് ചെയ്യാം. ഇങ്ങനെ ഡമ്മി സിറ്റുവേഷൻ വരുമ്പോൾ ഓക്കെ, ഡമ്മി കോളമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്, ശരിയല്ലേ? ഡമ്മി കോളം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യേണ്ടി വരില്ല? റോ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം എന്താ? എല്ലാ റോയിലും ഒരു വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 0 ആണ് ഇവിടുത്തെ സ്മോളസ്റ്റ് എലിമെന്റ്. അപ്പൊ ഡമ്മി കോളം കൊണ്ടുവരുന്ന സിറ്റുവേഷനിൽ ഇത് നമ്മൾ സ്റ്റെപ്പ് കുറയ്ക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് സ്കിപ്പ് ദ റോ ഓപ്പറേഷൻ, ബിക്കോസ് 0 വിൽ ബി ദ സ്മോളസ്റ്റ് എലമെന്റ് പ്രസന്റ് ഇൻ ഓൾ ദി റോസ്. ഓക്കെ, അതായത് ഡമ്മി കോളം കൊണ്ടുവരുന്ന സിറ്റുവേഷനിൽ എല്ലാ റോയിലും ഒരു 0 വെച്ച് വരും. കാരണം ആ ഡമ്മി കോളത്തിന്റെ വാല്യൂ 0 ആയതുകൊണ്ട്, ഡമ്മി കോളത്തിലെ എലമെന്റ്സ്. അപ്പൊ നമുക്ക് ഡമ്മി കോളം കൊണ്ടുവരുന്ന സമയത്ത് യു ക്യാൻ സ്കിപ്പ് ദി റോ ഓപ്പറേഷൻ. അതേപോലെ നേരെ തിരിച്ച് ഡമ്മി റോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് സ്കിപ്പ് ചെയ്യാൻ പറ്റും? We will be able to skip the column operation. അതിപ്പോ നമുക്ക് അങ്ങനെ ഒരു കോമൺ ഇതായിട്ട് പറയാൻ പറ്റില്ല, കാരണം കോളം ഓപ്പറേഷന്റെ സ്കിപ്പിങ്ങിന്റെ കേസ് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം റോ ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് പുതിയ മെട്രിക്സ് ആണോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഓർ ന്യൂ ടേബിൾ എങ്ങനെ എന്ത് ഫോമിലാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് കോളം ഓപ്പറേഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. ഡമ്മി കോളം ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്ത് സ്കിപ്പ് ചെയ്യാം? റോ ഓപ്പറേഷൻ സ്കിപ്പ് ചെയ്യാം. Okay, moving to our row operation, skipped the row operation. അതിനുള്ള കാരണമൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി മൂവിങ് ടു ദി കോളം ഓപ്പറേഷൻ. കോളം ഓപ്പറേഷന്റെ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലെ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് can just mark it is 5. അടുത്ത കോളത്തിൽ ഇറ്റ് is 3. അതിന്റെ അടുത്ത കോളത്തിൽ ഇറ്റ് is 1. അടുത്ത കോളത്തിൽ 0 ആണ് എല്ലാ എലമെന്റും. അപ്പൊ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ആദ്യത്തെ കോളത്തിൽ നമ്മൾ കോളം ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ വിൽ ബി 2, 4, 1, 0. നെക്സ്റ്റ് കോളം 3 ആണ്. അപ്പം 3 - 3 0, 9, 1, 5. Then 1, 14, 1 and 0. Last one എല്ലാം zeros ആയിട്ട് you can take it as such. അപ്പോൾ റോ ഓപ്പറേഷൻ കഴിഞ്ഞു, കോളം ഓപ്പറേഷൻ കഴിഞ്ഞു. ഹോപ്പ് യു ഹാവ് ഗോട്ട് ദിസ് ടേബിൾ. കോളം ഓപ്പറേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ടേബിൾ ഇതാണ്. എല്ലാവരും ഇതുവരെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. യു ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ്. After obtaining this table, the next step is you have to start marking. Okay, മാർക്കിങ്ങിന്റെ സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക, എപ്പോഴും അത് ഓർഡർ തെറ്റിച്ച് കളഞ്ഞേക്കരുത്. മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? യു ഹാവ് ടു മാർക്ക് ഇറ്റ് റോ വൈസ്. റോ
ആൻഡ് ദെൻ യു ഹാവ് ടു മാർക്ക് കോളം വൈസ്. അത് അങ്ങനെ തന്നെ ചെയ്യണം, ഒരിക്കലും ഓർഡർ തെറ്റരുത്. ആദ്യം നമുക്ക് റോ വൈസ് നോക്കാം. റോ വൈസ് ആദ്യത്തെ റോയിൽ 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത റോയിൽ നോക്കാം, 1 0 ഉള്ളൂ. 1 0 ആണെങ്കിൽ മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ, അതുകൊണ്ട് അതിനെ മാർക്ക് ചെയ്യുക. റോ വൈസ് മാർക്ക് ചെയ്താൽ മറക്കാതെ ആ കോളത്തിനെ ഇന്ന് കട്ട് ചെയ്തേക്കാം. പുട്ട് നമ്പർ 1. അടുത്ത ഒരു കാര്യം, അടുത്ത റോയിലോട്ട് പോകാം. 3ാമത്തെ റോ 0 ഇല്ല, 4ാമത്തെ റോ 2 0 ഉണ്ട്. ഈ കട്ട് ചെയ്ത് പോയത് നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ 2 0 ഉണ്ട്. അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ റോ വൈസ് മാർക്കിംഗ് എൻഡ്സ്. ഇപ്പൊ റോ വൈസിൽ നമുക്ക് ഒരു കാര്യമാണ്, ഒരെണ്ണമാണ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വി വിൽ ഗോ ഫോർ കോളം. ആദ്യത്തെ കോളം, അപ്പൊ ആദ്യത്തെ കോളത്തിൽ നമുക്കൊരു മാർക്കിംഗ് നടത്താൻ പറ്റും. മറക്കാതെ റോവിനെ കട്ട് ചെയ്തേക്കുക. ആൻഡ് ഇറ്റ് ഈസ് 2. അടുത്ത കോളം നോക്കുക, അടുത്ത കോളത്തിലും സിംഗിൾ 0 ആണ്. സോ മാർക്ക് ഇറ്റ് ആൻഡ് കട്ട് ദാറ്റ് റോ. ഇനി അടുത്ത റോ എടുക്കാൻ, അടുത്ത കോളം എടുക്കാനില്ല, കാരണം 0 എന്ന് പ്രസന്റ് ഇല്ല, കാരണം ഇത് കട്ടായി പോയേക്കാണല്ലോ. അപ്പൊ ഇനി ഫർദർ മാർക്കിംഗ് ഒന്നും പോസിബിൾ അല്ല, ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് 0. 0 ഇല്ലാത്ത കാരണവശാൽ. സോ കൗണ്ട്, വി ഹാവ് ഡ്രോൺ 1 2 and 3. 3 ലൈൻസേ വരച്ചുള്ളൂ. നമ്പർ ഓഫ് റോസ് ഓഫ് കോളംസ് എന്ന് പറയുന്നത് 4 ആണ്. വി ഹാവ് ടു ചെക്ക് ദി ഒപ്റ്റിമാലിറ്റി. ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ? വെദർ ദ സൊല്യൂഷൻ ഇസ് ഒപ്റ്റിമൽ? നോ, the solution is not optimal because the number of lines drawn for elimination is not equal to the number of rows or columns. Number of rows no columns no equal alla, hence the solution is not optimal alla. So we have to go for improving the solution. We have to improve the solution. So we can write like that: the solution is not optimal because the number of lines drawn for elimination is not equal to the number of rows or columns. Therefore, improve the solution. So how to improve the solution? So for that, you have to find out the smallest uncovered element. Smallest uncovered element. Smallest uncovered ആയിട്ടുള്ള element ഏതാണ്? നോക്കുക, അത് ഇത്രയും ഭാഗമാണ് uncovered എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും smallest 1 ആണ്. The smallest uncovered element should be deducted from all uncovered element. Uncovered ആയിരിക്കുന്ന എല്ലാത്തിൽ നിന്ന് മൈനസ് ചെയ്യുകയും എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ, ഇങ്ങനെ 2 ലൈൻസ് പാസ് ചെയ്യുന്നത്, ഈ 2 സിറ്റുവേഷൻ, ഇങ്ങനെ 2 ലൈൻസ് കൂട്ടിമുട്ടുന്ന അവിടെ അവിടുത്തെ വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യുക. പിന്നെ സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്ന എലമെന്റ്സിനെ അതുപോലെ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ പുതിയ ടേബിള് ഫോർ ഇംപ്രൂവിംഗ് ദ സൊല്യൂഷൻ നമ്മൾ ചെയ്യുക. സോ ദ ടേബിൾ വിൽ ബി ലൈക്ക് ദിസ്: 2 0 1. ഇപ്പൊ സ്മോളസ്റ്റ് അൺകവേർഡ് നമ്മൾ 1 എന്ന് കണ്ടെത്തി. സോ 1 + 0 1. അടുത്ത് ഡിഡക്ട് ചെയ്യണം. സോ 4 - 1 3, 9 - 1 8, 14 - 1 13. Again single line, carry as such. അടുത്തതിൽ എല്ലാം യു ഹാവ് ടു ഡിഡക്ട്. 1 - 1 0, 1 - 1 0, സിംഗിൾ ലൈൻ, സോ ക്യാരി ആസ് സച്ച്. ലാസ്റ്റ് സ്റ്റേജിലും സിംഗിൾ ലൈൻ ആണ്, ക്യാരി ആസ് സച്ച്. Element at the junction, add. So this will be the table you get for improvising the solution. Solution വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പുതിയ മെട്രിക്സ്. സോ ഹിയർ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക റോ വൈസ് മാർക്കിംഗ്. ആദ്യത്തെ റോ നോക്കാം. യെസ്, ദർ ഇസ് എ സിംഗിൾ 0. മാർക്ക് ഇറ്റ്, കട്ട് ദാറ്റ് കോളം. അടുത്ത റോയിലോട്ട് പോവാം. അടുത്ത റോയിലും ഒരു 0. സോ മാർക്ക് ഇറ്റ്, കട്ട് ദാറ്റ് കോളം. 2. ദെൻ അടുത്ത റോ, ഓക്കെ. അടുത്ത 2 റോസിലും 3ാമത്തെ 4ാമത്തെ റോസിൽ 2 zeros വെച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് യു ഗോ ഫോർ കോളം വൈസ് മാർക്കിംഗ്. ആദ്യത്തെ കോളം എടുക്കാം, 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത കോളം എടുക്കാം, മീൻസ് അടുത്ത കോളം ഫുള്ളി കട്ടാണ്, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. തേർഡ് കോളം ഓൾസോ ദർ ഇസ് 2 zeros. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദ ഇഷ്യൂ ഓഫ്
ദി ആബ്സെൻസ് ഓഫ് സീറോ. സീറോ ഇല്ലാത്തത് അല്ല നമ്മുടെ പ്രശ്നം. ആദ്യത്തെ നമുക്ക് നമ്മുടെ ടേബിളിന്റെ പ്രശ്നം എന്തായിരുന്നു? ദർ വെയർ നോ സീറോസ് ടു മാർക്ക്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ സീറോ കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ഫോർ എ ആർബിട്രറി സെലക്ഷൻ. അപ്പൊ നമ്മൾ റോ വൈസ് നോക്കിയപ്പോൾ നമുക്ക് രണ്ട് മാർക്കും കിട്ടി, പക്ഷെ കോളം വൈസ് ഒന്നും കിട്ടിയില്ല. ക്ലിയർ? കോളം വൈസ് നമ്മൾ നോക്കിയപ്പോൾ ഒരു മാർക്കിങ് കിട്ടിയില്ല. അപ്പൊ അവിടെ വെച്ചൊരു പ്രോസസ് എൻഡ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് യു സ്റ്റാർട്ട് വിത്ത് റോ വൈസ് മാർക്കിംഗ്. റോ വൈസ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ റോയിലില്ല, രണ്ടാമത്തെ റോയിലില്ല, തേർഡ് റോ. മാർക്ക് ദിസ്. ഇതിനെ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ വൺ വിച്ച് വി മെയ്ഡ് എ ആർബിട്രറി സെലക്ഷൻ. റോ വൈസിലാണ് ആർബിട്രറി സെലക്ഷൻ നടന്നിരിക്കുന്നത്. മറക്കാതെ കോളത്തിന് കട്ട് ചെയ്യാം. ഓക്കെ. റോയില് റോ വൈസ് ഇനി നോക്കാൻ, റോ വൈസ് അഗെയിൻ ദർ ഇസ് വൺ, ഹിയർ ദർ ഇസ് വൺ. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയി. യു ക്യാൻ മാർക്ക് ദാറ്റ് ഓർ യു ക്യാൻ എലിമിനേറ്റ് ദാറ്റ് കോളം. അങ്ങനെ 4 അലോക്കേഷനും വന്നിരിക്കുകയാണ്. 1, 2, 3 and 4 lines are drawn and the number of rows or columns is equal to 4. So hence the solution is optimal. Therefore the solution is optimal as the number of lines drawn for elimination is equal to the number of rows or columns. Now you can write down the assignment, that is worker 1 to J3 and its cost is question nokka 3. Okay. Worker 2 is J4 and it is 0. Cost 0. ഡമ്മി ആയതുകൊണ്ടാണ്. Worker 3 is J1, it is 6, and the last one, worker 4, J3. And the final answer is 10. Ma'am, W1 J3 എങ്ങനെയായി? Sorry, it is J2. J2. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയില്ല. It is J2. മാർക്കിങ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് അഗെയിൻ. അല്ല വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ടെൻ കിട്ടിയ ആൻസർ ഇറ്റ് ഇസ് ദി കോസ്റ്റ് ₹10 എന്ന് തന്നെ. ക്ലിയർ ആയിട്ട് മനസ്സിലായവർക്ക് യു ക്യാൻ റിപ്ലൈ ഇൻ ദി ചാറ്റ് ബോക്സ് എസ്. മാം മാർക്കിങ്ങിന്റെ ഫസ്റ്റത്തെ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഏത് സ്റ്റേജാ? ഫസ്റ്റത്തെ സ്റ്റേജ് മാത്രമേ $0 വന്നതുകൊണ്ടുള്ള ഡൗട്ട് അങ്ങനെ. ഓക്കെ. മാർക്കിങ് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ പറയാം, അല്ലെങ്കിൽ പിന്നെ അത് മനസ്സിലാക്കുമ്പോൾ മൊത്തത്തിൽ മാർക്കിങ് ഈ ടേബിളുണ്ട്. What about the others? 3 പേര് റിപ്ലൈ ചെയ്തു. What about the others? Whether you got this answer, മനസ്സിലായോ ഇത് പറഞ്ഞത്? reply. Okay. Okay, row wise marking.
നമ്മളിപ്പോൾ ഇതിൽ നിന്നും പുതിയ ടേബിൾ ഒപ്റ്റെയിൻ ചെയ്തു. റോ വൈസ് മാർക്കിങ്ങിനകത്ത് ആദ്യത്തെ റോയിൽ ഒരു 0 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ റോ വൈസ് മാർക്കിങ്ങിൽ ഒരു മാർക്കിംഗ് ചെയ്തു. റോ വൈസ് ആയതുകൊണ്ട് റോ വൈസ് മാർക്ക് ചെയ്താൽ ആ കോളത്തിനെ കട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ അത് കട്ടായി. ഓക്കെ, അടുത്ത രണ്ടാമത്തെ റോ ഒരു 0 ഉള്ളൂ. മാർക്ക് ഇറ്റ്, കട്ട് ദാറ്റ് മീൻസ് എലിമിനേറ്റ് ദാറ്റ് കോളം. മൂന്നാമത്തേല് 2 0 ഉണ്ട്. മൂന്നാമത്തെ റോയില്, നാലാമത്തെ റോയില് 2 0 ഉണ്ട്. മാർക്കിംഗ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ 2 മാർക്കിംഗ് നടത്തി നമ്മൾ റോ വൈസ് ചെയ്തപ്പോൾ. അടുത്ത നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കോളം വൈസ് ആണ്. കോളം വൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യത്തെ കോളം 2 0 ഉണ്ട്, ചെയ്യാൻ പറ്റില്ല. അടുത്ത കോളം ഓൾറെഡി എലിമിനേറ്റഡ് ആണ്, അത് നോക്കാനേ പറ്റില്ല. മൂന്നാമത്തെ കോളം എടുത്താൽ അവിടെയും 2 0 ഉണ്ട്, ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് വൺ ഇസ് ഓൾസോ എൻ എലിമിനേറ്റഡ് കോളം. അപ്പൊ അവിടെ കോളം വൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവിടെ ഒരു മാർക്കിംഗ് പ്രോസസ്സ് തീർന്നു. അഗെയിൻ യു ക്യാൻ ഗോ ഫോർ റോ വൈസ് മാർക്കിംഗ് പ്രൊവൈഡഡ് ഇഫ് ദർ ആർ സഫിഷ്യന്റ് സീറോസ്. ഓക്കെ, ഇപ്പോ ആദ്യത്തെ റോ നമ്മൾ ചെയ്തു കഴിഞ്ഞു, രണ്ടാമത്തെ റോയും ചെയ്തു. മൂന്നാമത്തെ റോയുടെ നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത്, കഴിഞ്ഞ ടേബിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ ടേബിളിനകത്ത് ഇതാ ഇവിടെയാണ് മാർക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. അത് 0 ഇല്ലാത്ത കാരണം കൊണ്ടാണ് മാർക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്ന സിറ്റുവേഷനിലെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ റോ വൈസ് മാർക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2 0 ഉണ്ട്. അപ്പൊ ഇങ്ങനെ 2 0 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ യു ഹാവ് ആൻ ഓപ്ഷൻ ഫോർ selecting or you have an option for making an arbitrary selection. Okay, ഈ ആർബിട്രറി സെലക്ഷൻ നടത്തിയെന്ന് മീൻസ് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ സ്മോൾ ലെറ്റർ എ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ സി ഹിയർ there is a 0 and here it is a 0. How we can do it? ആദ്യത്തെ ഇതിനെ നമുക്ക് മാർക്ക് ചെയ്യാം and cross out this. This is one among the way. Okay. Since you are making an arbitrary selection, indicate it with the help of a small letter a. ഇത് ആർബിട്രറി ആയിട്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ just opposite. I am crossing out this 0 and I am taking this one as the arbitrary selection. അങ്ങനെയും ചെയ്യാം, തെറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫൈനൽ ആൻസർ, ആ ടോട്ടൽ വാല്യൂ ഉണ്ടല്ലോ 10 എന്ന് പറയുന്ന വാല്യൂ, ആ വാല്യൂവിൽ കിട്ടും. പക്ഷെ അലോക്കേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. ഇത് 2 zeros ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരെണ്ണത്തിനെ ക്രോസ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാം. ആർബിട്രറി സെലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് യു ഹോപ്പ് ദ ഡൗട്ട് ഇസ് ക്ലിയർ. ഇത് ഒരു സിറ്റുവേഷൻ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പൊ നമ്മൾ റോ വൈസ് ആണല്ലോ ഇവിടെ മാർക്ക് ചെയ്തോണ്ടിരുന്നത്, ഒരെണ്ണം മാർക്ക് ചെയ്യാനും പറ്റി. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ കോളത്തിനെ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നോക്കിക്ക് ലാസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ, നമ്മൾ അതിനെ മാർക്ക് ചെയ്യും. അലോക്കേഷനിലെ ചേഞ്ച് വരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ J1 J2 J1 to W, അങ്ങനെ ആ ഒരു അലോക്കേഷൻ പാറ്റേണിൽ വ്യത്യാസമുള്ളൂ. ഫൈനൽ ആൻസർ 10 എന്ന് തന്നെ കിട്ടും. So this is the type 3 question, അതായത് unbalanced question വരുന്ന situation. I will show you some more question with this unbalanced situation. You can do it later. See, this is the first question. You can do it later. A company has 4 machines to do 3 jobs. Each job can be assigned to one and only one machine. ഒരു മെഷീനിലോട്ടേ പറ്റുള്ളൂ, നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ആൻഡ് ജോബ് ഓൺ ഈച്ച് മെഷീൻ, അതായത് ഒരു ജോബ് ഒരു മെഷീനിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. വാട്ട് ആർ ജോബ് അസൈൻമെന്റ്സ് വിച്ച് വിൽ മിനിമൈസ് ദ കോസ്റ്റ്? കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് അസൈൻമെന്റ്സ്, ജോബ് അസൈൻമെന്റ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. സി, ഇവിടെ 4 കോളം ഉണ്ട്, ഓർ 4 മെഷീൻസ് ആർ ഗിവൺ ബട്ട് ഓൺലി 3 ജോബ്സ്. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഡമ്മി റോ. ഡി എന്ന് പറയുന്ന ഒരു ഡമ്മി ജോബ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു ഡമ്മി റോ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. In order to make this problem
എ ബാലൻസ്ഡ് വൺ. ബാക്കി പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഇറ്റ് ഇസ് സെയിം ആസ് ഓഫ് ദ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് പറഞ്ഞു പോവാണ്. യു ക്യാൻ ഡു ഇറ്റ് ലേറ്റർ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യനാണ്. Two questions from the type 3. Type 3 3 ക്വസ്റ്റ്യനും, സോറി ടൈപ്പ് 3 2 ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ടൈപ്പ് 4 ഓൾസോ. അപ്പോൾ ആ ടൈപ്പ് 4 പറഞ്ഞിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ദി ഒബ്ജക്റ്റീവ് വാസ് ടു മിനിമൈസ് എന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ all the problems we dealt so far is having an objective to minimize. അത് ചിലപ്പോൾ ടൈം ആയിരിക്കും, ചിലപ്പോൾ കോസ്റ്റ് ആയിരിക്കും. അതായത് നമ്മളെല്ലാം മിനിമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂസേജ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന റിസോഴ്സസിനെ പറ്റിയാണ് കൂടുതലും ഡിസ്കസ് ചെയ്തത്. വാസ് അബൌട്ട് വിത്ത് റിഗാർഡ് ടു ദി ടൈം ആൻഡ് കോസ്റ്റ് ഫാക്ടർ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ. ബട്ട് ദർ ഇസ് എ കേസ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ്, റവന്യൂ, അതായത് പോസിറ്റീവ് എലമെന്റ്സ് ആയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മാക്സിമൈസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പൊ ആ മാക്സിമൈസേഷന്റെ കേസ് അല്ലെങ്കിൽ വെൻ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം പ്രോഫിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഹൗ വിൽ യു ഡു ദിസ് ക്വസ്റ്റ്യൻ? ദാറ്റ് കംസ് ടു ദി ടൈപ്പ് 4 ക്വസ്റ്റ്യൻ ഓർ ടൈപ്പ് 4 പ്രോബ്ലം. Okay. So what was our type 1? Type 1 was a normal question with arbitrary selection. ആണ് നമ്മൾ അവിടെ ആഡ് ഓൺ ആയിട്ട് പഠിച്ചത് ടൈപ്പ് 1-നകത്ത്. ആർബിട്രറി സെലക്ഷൻ. അത് ആദ്യം തന്നെ സൊല്യൂഷൻ ബിക്കംസ് ഒപ്റ്റിമൽ. ടൈപ്പ് 2 എന്ന് പറയുന്നത് we will go for a improvement. അതായത് സൊല്യൂഷൻ ഒപ്റ്റിമൽ ആവില്ല. സോ വി വിൽ ഗോ ഫോർ ഇംപ്രൂവിങ് ദ സൊല്യൂഷൻ. സോ ഇംപ്രൂവ് ദി സൊല്യൂഷൻ ആണ് നമ്മൾ ടൈപ്പ് 2 ഹൈലൈറ്റ് ആയിട്ട് പഠിച്ചത്. ടൈപ്പ് 3 വാസ് അൺബാലൻസ്ഡ് ക്വസ്റ്റ്യൻ വിച്ച് വി ഡിസ്കസ് ജസ്റ്റ് ബിഫോർ. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം. And the type 4 is the problem of maximization. അത് ക്വസ്റ്റ്യനിൽ തന്നെ പറയും മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം റവന്യൂ എന്നുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലാവും ടൈപ്പ് 4 ആണോ എന്ന്. മാക്സിമം എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ഉണ്ടായിരിക്കും. ആൻഡ് ദർ ആർ ടൈപ്സ് തീർന്നില്ല. ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ പല പല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ കേസ് ഓഫ് റെസ്ട്രിക്റ്റഡ് അസൈൻമെന്റ്സ്. ഈ റെസ്ട്രിക്റ്റഡ് അസൈൻമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി സ്കെഡ്യൂൾ ചെയ്യുന്ന KSRTC അല്ല എങ്കിൽ ക്രൂസിനെ നമ്മൾ പ്ലെയിനിൽ കൊടുക്കുമ്പോൾ, അതായത് ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർക്ക് ഓഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ ദാറ്റ് പേഴ്സൺ ഷുഡ് നോട്ട് ബി അലോട്ടഡ് ടു എ ജോബ്. ദാറ്റ് ഇസ് കോൾഡ് ദി റെസ്ട്രിക്റ്റഡ് ഓർ പ്രൊഹിബിറ്റഡ് അസൈൻമെന്റ്. പിന്നെ ദർ ഇസ് എ ടൈപ്പ് ഓഫ് പ്രോബ്ലം കോൾഡ് ദി ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂട്ടിനെ പറ്റി നന്നായി അറിയാവുന്ന ഒരു സെയിൽസ്മാനെ മാത്രമേ ആ റൂട്ടിലോട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ട്രാവലിംഗ് സെയിൽസ്മാൻ അത് ഇസ് ജസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് റെസ്ട്രിക്റ്റഡ്. ഈ റെസ്ട്രിക്റ്റഡിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 6ഉം ടൈപ്പ് 7. അപ്പൊ ഇത് തന്നെയാണ് മെയിൻ ഫാക്ടർ. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ടൈപ്പ് 6ഉം ടൈപ്പ് 7ഉം വരുന്നത്. ടൈപ്പ് 7 ഇസ് ദി എയർലൈൻ ക്രൂ അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറയും. അതിനൊരു സ്പെഷ്യൽ ടൈപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ ഡ്യൂ ടു ദി റീസൺ ഓഫ് ടൈം എലമെന്റ്. അത് ആ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രസന്റേഷൻ
ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു രീതിയിലുള്ള വ്യത്യാസം കൊണ്ടിട്ടാണ് അതിനെ ഒരു പ്രത്യേക ടൈപ്പായിട്ട് പറയുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ടുഡേ ഐ വിൽ സ്റ്റോപ്പ് മൈ ഡിസ്കഷൻ ടിൽ അപ് ടു ദിസ് പാർട്ട്, മാക്സിമൈസേഷൻ വരെ പറയും. ഇൻ ദി വൺ മോർ സെഷൻ ഐ വിൽ ട്രൈ ടു കവർ ദിസ്. കാരണം ഈ ടൈപ്പ് 5 പറഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് 6 ഉം 7 ഉം. ചെയ്യുന്ന രീതിയെല്ലാം ഈ ടൈപ്പ് 1-നുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ ജസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര ടൈപ്സ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദി കേസ് ഓഫ് മാക്സിമൈസേഷൻ പ്രോബ്ലം. അപ്പൊ ഈ മാക്സിമൈസേഷനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I will show you an example. See, the captain of a cricket team has to allow 5 batting positions to 5 batsmen. Okay. അപ്പോൾ ഒരു ക്രിക്കറ്റ് ടീമിൽ ക്യാപ്റ്റന് ഏതൊക്കെ പൊസിഷൻസിൽ ആരെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് 5 ബാറ്റ്സ്മെൻ പ്ലേസ് ചെയ്ത് സിറ്റുവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ദ ആവറേജ് സ്കോർസ്, ഓരോ ബാറ്റ്സ്മാനും സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ആവറേജ് സ്കോർസ് ഓരോ പൊസിഷനിലും നിൽക്കുമ്പോൾ അവിടെ സ്കോർ ചെയ്യാനുള്ള ചാൻസസും തന്നിട്ടുണ്ട്. PQRST. അപ്പൊ 5 ബാറ്റ്സ്മെൻ ഉണ്ട്, 5 ബാറ്റിംഗ് പൊസിഷൻ ഉണ്ട്. അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എൻഷുർ ദാറ്റ് the number of rows or columns is equal. Find the assignment of batsmen to position which would give maximum number of runs. കണ്ടോ, ക്വസ്റ്റനിൽ തന്നെ പറയുന്നുണ്ട് മാക്സിമം റൺസ് കിട്ടുന്ന രീതിയിൽ you have to make an assignment. If another batsman you with the following average runs in batting positions as given below, you എന്ന് പറയുന്ന ഒരാളെയും കൂടി ടീമിലോട്ട് ആഡ് ചെയ്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ ഒരു ബാറ്റ്സ്മാനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്താൽ ഇഫ് സോ ഹൂ വിൽ ബി റീപ്ലേസ്ഡ് ബൈ ഹിം, ആർക്ക് പകരമായിരിക്കും അല്ലെങ്കിൽ ആർക്ക് പകരമായിരിക്കും നമ്മൾ യുവിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കും. ദിസ് ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ ക്വസ്റ്റ്യൻ വിത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മളിത് എങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഈ പ്രസന്റ്ലി തന്നിട്ടുള്ള മെട്രിക്സിലുള്ള ഡേറ്റ PQRST 5 ബാറ്റ്സ്മാനെ വെച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് അസൈൻമെന്റ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ട് പിന്നെ യുവിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കാം. അപ്പോ ഇൻ ദി കേസ് ഓഫ് മാക്സിമൈസേഷൻ ക്വസ്റ്റ്യൻ, ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം റൺസ്, മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം റൺസ് ഇങ്ങനെയൊക്കെ തരുന്ന ഒരു സിറ്റുവേഷനകത്ത്, അല്ലെങ്കിൽ ഇൻ ദി കേസ് ഓഫ് ടൈപ്പ് 4 ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ പറയുന്ന ടൈപ്പ് 4-ന്റെ ക്വസ്റ്റ്യൻ മാക്സിമം സെഷന്റെ പ്രോബ്ലം വരുമ്പോൾ we will prepare an opportunity loss matrix. Opportunity loss matrix. So what is this opportunity loss matrix? This opportunity loss matrix is nothing but it is created in the Hungarian method in order to solve the assignment problem with maximization objective. Maximization objective ഉള്ള ഒരു അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓപ്പർച്യൂണിറ്റി ലോസ് മെട്രിക്സ്. പേരിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആ ടേബിളിലെ വാല്യൂസിനെ ഒന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അത്രയേ ഉള്ളൂ. സി ഹയസ്റ്റ് വാല്യൂ അത് ടേബിളിലാണ് കേട്ടോ, റോയിലെ കോളത്തിലെ ഒന്നും അല്ല. ഐ വിൽ ഷോ യു ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനകത്ത് ഇത്രയും വാല്യൂസിൽ 40, 40, 35, 25, 50 ഈ മൊത്തം വാല്യൂസിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി highest value will be deducted from each value in the row and the column. Here the highest value is 60. Right. 60 ആണ് മൊത്തത്തിലാണ് നോക്കുന്നത് കേട്ടോ, ഒരു റോയോ ഒരു കോളത്തിനോ ഒന്നും അല്ല നോക്കുന്നത്, ആ ടേബിളിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കണ്ടെത്തുക. ഇനി ഫർദർ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് പറയാം.
ഓക്കെ, ഹയസ്റ്റ് എലമെന്റ് നമ്മൾ കണ്ടെത്തി, അത് 60. ഈ ഹയസ്റ്റ് എലമെന്റിനെ നമ്മൾ ഓരോ വാല്യൂവിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേബിൾ ആണ് അതായത്. See, I will write down. You can write down the question first. And Station, I will give you time. Okay, you can write down these values. Complete ചെയ്ത് കഴിഞ്ഞാൽ you can reply. വാല്യൂ മാത്രമേ ഇപ്പൊ തൽക്കാലം എഴുതുക, അതായത് PQRST 1 2 3 4 5. Question is already in the LMS, you can check it. എഴുതി കഴിഞ്ഞാൽ you can reply in the chat box. ഇപ്പൊ 60 ആണ് നമ്മൾ ഹയസ്റ്റ് എലമെന്റ് എന്ന് കണ്ടെത്തി. അപ്പോൾ വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ് 60 minus 40, 20. Again like that, 60 minus 40, 20. Okay, likewise you have to prepare the opportunity loss matrix. 60 minus 35, it is 25. 60 minus 25, it is 35. ആ കിട്ടുന്ന ടേബിളിന് എന്താ പറയുക? ഓപ്പർച്യൂണിറ്റി ലോസ് മെട്രിക്സ്. ഐ വിൽ ഷോ യു ദാറ്റ് ടേബിൾ. Opportunity loss matrix. Hope it is clear. ഓപ്പർച്യൂണിറ്റി ലോസ് മെട്രിക്സ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആ 60 എന്ന് പറയുന്ന വാല്യൂവിനെ എല്ലാ വാല്യൂസും സബ്ട്രാക്ട് ചെയ്യും. മിസ് 60 എങ്ങനെ എടുത്തെന്ന് ഒന്നുകൂടെ പറയാമോ? ഏറ്റവും ഹയസ്റ്റ്, ആ ടേബിളിലെ ഏറ്റവും ഹയസ്റ്റ് എലമെന്റ്. ഓക്കെ, അങ്ങനെയാണ് ലോസ് മെട്രിക്സ് കണ്ടെത്തുന്നത്. You can do that, and after doing loss matrix കണ്ടെത്തിയതിനു ശേഷം you can check it over with the answer which is displayed in the screen. Loss matrix ചെയ്ത് എല്ലാവർക്കും കിട്ടിയോ? You can reply in the chat box.
that, the steps are the same. We will perform the row operation, പക്ഷെ ആ റോയിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂവിന് ആ വാല്യൂസിൽ നിന്നും കറസ്പോണ്ടിങ് വാല്യൂസിൽ നിന്നും നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സെയിം സ്റ്റെപ്പ് ആൻഡ് ദ സെയിം പ്രോസസ് കണ്ടിന്യൂസ് റോ ഓപ്പറേഷൻ ചെയ്യും. That also you can do and check in the answer. മിസ് T2 60 ആയിരുന്നില്ലേ? 60 എന്നാണ് തോന്നുന്നത് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നേ. മാം 16 ആണ് മാം. എന്താണ് മാം T2 ആണ്. ഏതാണ് മാം ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കോ? ഓക്കെ ഫൈൻ. ചിലപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടാവാൻ നോക്കട്ടെ. ഇവിടെ മേക്ക് ഇറ്റ് ആസ് 60 കേട്ടോ. മേക്ക് എ കറക്ഷൻ ഓവർ ഹിയർ. ഇറ്റ് ആസ് 60. ഇതല്ലേ ചോദിച്ചത്? അതെ മാം. കറക്റ്റ് ഇറ്റ് ആസ് 60. 60. ഇനി റോ ഓപ്പറേഷൻ ദ പ്രോസസ് ആർ ദ സെയിം. നിങ്ങൾക്ക് കിട്ടിയ ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നിന്ന് യു കെൻ ക്യാരി ഔട്ട് ദ ലോസ് മെട്രിക്സിൽ നിന്നും ലോസ് മെട്രിക്സിലെ വാല്യൂവിന്റെ ബേസിസിൽ ഇപ്പൊ ആദ്യം ലോസ് മെട്രിക്സിലെ ആദ്യത്തെ റോ നോക്കുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് 10. ആ 10നെ എല്ലാ വാല്യൂന്നും മൈനസ് ചെയ്യാം. ബാക്കി പ്രോസസ് ഒക്കെ സെയിം ആണ്. റോ ഓപ്പറേഷൻ ചെയ്യാം. അതുപോലെ അടുത്ത റോ എടുക്കുമ്പോൾ the smallest is 18 ആണ്. Subtract the value 18 from other values. You will get this second row ഇങ്ങനെ കിട്ടും. അതുപോലെ എല്ലാ റോസും ചെയ്യാം. റോ ഓപ്പറേഷൻ ചെയ്യാം. Moving to the കോളം ഓപ്പറേഷൻ. സെയിം സ്റ്റെപ്പ്. എല്ലാ കോളത്തിലെയും സ്മോളസ്റ്റ് വാല്യൂയിൽ നിന്ന് ഓരോ കോളത്തിലെയും വാല്യൂസ്. ഇപ്പൊ ആദ്യത്തെ കോളം എടുത്താൽ 0 ആണ്, അടുത്ത കോളത്തിലും 0 ആണ്. അപ്പൊ ആ 2 കോളം അതുപോലെ എഴുതിയാൽ മതിയാവും. അടുത്ത കോളം എടുക്കുമ്പോൾ സ്മോളസ്റ്റ് വാല്യൂ 1 ആണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു ക്യാൻ കംപ്ലീറ്റ് ദ കോളം ഓപ്പറേഷൻ. കോളം ഓപ്പറേഷൻ കഴിയുമ്പോൾ the reduced matrix is like this. Okay, after getting the column operation, you can go for marking. You can do it. Mark here. Single zeros present ആവുന്ന സ്ഥലത്ത് മാത്രമേ മാർക്കിംഗ് പോസിബിൾ ഉള്ളൂ. ഇപ്പോൾ ആദ്യത്തെ റോ എടുത്താൽ ഒരു 0 ഉണ്ട്, യു ക്യാൻ മാർക്ക്. സെക്കൻഡ് റോ എടുത്താലും സിംഗിൾ 0 ഉണ്ട്, യു ക്യാൻ മാർക്ക്. You are marking row wise. Don't forget to cut the column or eliminate the column. Third row എടുത്താലും you will get 1 0. You can mark it. Fourth row also there is a 0. But you won't be able to get because of the cut ആയി പോയിട്ടുണ്ടാവും. And last one you will get 1 0. അപ്പൊ ഇങ്ങനെ ആയിരിക്കും മാർക്കിംഗ് വരിക. 4 മാർക്കിംഗ് ഉണ്ടായിരിക്കും. രണ്ട് റോ വൈസ് 2 കോളം വൈസ് മാർക്കിംഗ് ഉണ്ടാവും. ഇതുവരെ എല്ലാവരും ചെയ്തു.
ഇതുവരെ എല്ലാവരും ചെയ്തോ? Whether the solution is optimal? കാരണം 4 മാർക്കിങ്ങിലേ വന്നിട്ടുള്ളൂ. How many rows or columns are there? There is 5. You have drawn only 4 rows to eliminate. So the solution is not optimal because the number of lines drawn for elimination is not equal to the number of rows or columns. So improve the solution. പിന്നെ ഈ ഒരു സിറ്റുവേഷനിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇംപ്രൂവ് ദ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു, സീറോസ് ഒന്നും ഇല്ല ഇനി മാർക്ക് ചെയ്യാനായിട്ട്, സീറോസും ഇല്ല. ഓക്കെ, ഇംപ്രൂവ് ദ സൊല്യൂഷൻ. സോ ഇംപ്രൂവ്മെന്റിൽ നമ്മൾ ചെയ്യുക അൺമാർക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് കവേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ലൈൻ പോലും കവർ ചെയ്യാതെ അൺമാർക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് വൺ. അപ്പോൾ ഐ തിങ്ക് ദ സ്മോളസ്റ്റ് എലമെന്റ് ഓവർ ഹിയർ ഇറ്റ് വിൽ ബി 4. ഓക്കെ, സ്മോളസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കുക. ഈ 4നെ നമ്മൾ എന്താ ചെയ്യുക? We will add it with the elements of the junction. The elements of the junction എന്ന് വെച്ചാൽ 2 ലൈൻസ് പാസ് ചെയ്യുന്ന. ഈ ഇവിടെ വരും, ഇവിടെ ദിസ് ഇസ് എ ജംഗ്ഷൻ. 4 സ്ഥലത്ത് ജംഗ്ഷൻ ഉണ്ട്, 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന. ആ പൊസിഷനിലെല്ലാം ഉള്ള വാല്യൂസിന്റെ കൂടെ ഈ 4നെ ആഡ് ചെയ്യുകയും ഈ അൺമാർക്ഡ് ആയിട്ട് അല്ലെങ്കിൽ അൺകവേർഡ് ആയിട്ടിരിക്കുന്ന എലമെന്റ്സിൽ നിന്നെല്ലാം 4നെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സിംഗിൾ ലൈൻ കടന്നു പോകുന്ന എലമെന്റ്സിനെല്ലാം അതുപോലെ പുതിയ ടേബിളിൽ എഴുതുകയാണ് ചെയ്യുന്നത്. സോ ദ ന്യൂ ടേബിൾ വിൽ ബി ലൈക്ക് ദിസ്. ഈ കട്ട് ചെയ്തപ്പോഴേ എനിക്ക് വന്നത് 3 റോ വൈസ് മാർക്കിങ്ങും 1 കോളം വൈസ് ആണെന്ന്. എല്ലാവർക്കും അങ്ങനെയാണ് കിട്ടിയ? എനിക്കും അങ്ങനെയാണ് വന്നത്. Okay, what about the others? അങ്ങനെയാ വന്നത്. 3 റോ വൈസ് 1 കോളം അല്ലേ? അൽഹ, വാട്ട് അബൌട്ട് അൽഹ? ചെയ്തു നോക്കിയ റിപ്ലൈ ചെയ്തവരുടെ അടുത്ത്? അതെ മാം, ഞാൻ അങ്ങനെ വീണ്ടും ഒന്നുകൂടെ ചെയ്തു നോക്കി. ഓക്കെ ഫൈൻ, അത് കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെയാണല്ലോ അലോക്കേഷൻ വന്നതല്ലേ, 4 അലോക്കേറ്റ് ആയുള്ളൂ. ഇതെല്ലാം കറക്റ്റ് അല്ലേ? ഓക്കെ ഫൈൻ, ശരി. ഓക്കെ, സോ നൗ ദ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല എന്നുള്ളൊരു കൺക്ലൂഷൻ നമ്മൾ എത്തി. അപ്പോൾ വി ഹാവ് ടു ഇംപ്രൂവ് ദ സൊല്യൂഷൻ. ഇംപ്രൂവ്മെന്റിൽ നമ്മൾ സ്മോളസ്റ്റ് വൺ ഐഡന്റിഫൈ ചെയ്തു. സോ ദ ടേബിൾ, ന്യൂ ടേബിൾ, ഈ ടേബിള് ചെയ്തു നോക്കുക. വാല്യൂസ് ഞാൻ ഈ പറഞ്ഞ പോലെ എലമെന്റ് അറ്റ് ജംഗ്ഷന്റെ കൂടെ 4 ആഡ് ചെയ്യുക, അൺമാർക്ഡ് അല്ലെങ്കിൽ അൺകവേർഡ് നിന്ന് മൈനസ് ചെയ്യുക, സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നതിന് അതുപോലെ എഴുതുക. അപ്പോൾ കിട്ടുന്ന ന്യൂ ടേബിൾ ആണ് യു ക്യാൻ സീ ഇൻ ദ സ്ക്രീൻ. Once you end up with this, അല്ലെങ്കിൽ ഇവിടെ വരെ ചെയ്തു കഴിഞ്ഞവർക്ക് you can reply in the chat box. മാം ലാസ്റ്റ് ആ 1 11 മിസ്? It is 11 ആണ്. 11 ആണ്. മീൻസ് തെളിയാത്തതാണ്. ഇത് 11 ആണ് കേട്ടോ. ഇവിടെ 11 ആണ്. 1 അല്ല, 11 ആണ്. Because it is junction. So 7 + 4 11. സ്കാൻ ചെയ്തിട്ട് തെളിയാത്ത നെക്സ്റ്റ് ടേബിൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.
Okay. Then next we can move on to the next step, that is marking. Row wise marking ചെയ്യാം ആദ്യം. അപ്പോൾ ആദ്യത്തെ റോയിൽ ഒരു സീറോ ഉള്ളൂ, യു ക്യാൻ മാർക്ക്, കട്ട് ദ കോളം. അടുത്ത റോയിലും സെയിം സിറ്റുവേഷൻ, യു ഹാവ് സിംഗിൾ സീറോ, സോ മാർക്ക് ഇറ്റ്, കട്ട് ദാറ്റ് കോളം. എല്ലാ റോയിലും you will be able to get 1 zeros each, and the marking will be like this. Completed, you can reply. Okay. Whether we can go for the next step, marking കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we will go for test of optimality. നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ അല്ലേ നോക്കും. That is, the number of lines drawn for elimination is equal to the number of rows or columns. Equal ആണ്. 5 lines are drawn and there is 5 row or column. So the solution obtained is optimal. You can write that values. P is assigned to the batting position 5. Q is assigned to the batting position 1. Our is secure in the runs. That you can add up. Question base. Okay. The answer would be the average run scored is 232. Get your answer up, you can reply in the chat box. Only a few are responding. ബാക്കിയുള്ളവർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതാണ്. I will wait. അപ്പൊ ഈ പ്രോബ്ലത്തില് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ? ആ ക്വസ്റ്റ്യൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അത് തന്നെയാണ് ടൈപ്പ് 3-ലും 4-ലും രണ്ടിലും അത് തന്നെ. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമേ, ബാക്കി എല്ലാം സെയിം. Okay, we will find out the average runs. ഈ ക്വസ്റ്റിനകത്ത് നമ്മളിപ്പോൾ ഈ കണ്ട ക്വസ്റ്റിനകത്ത് വൺ മോർ തിങ് അവർ ചോദിച്ചിരുന്നു, ഹൗ വി ക്യാൻ ഇഫ് എ പെർട്ടിക്കുലർ ബാറ്റ്സ്മാൻ ഇസ് റീപ്ലേസ്ഡ്, യു എന്ന് പറയുന്ന പേഴ്സണെ കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നൊരു ക്വസ്റ്റ്യൻ കൂടെ അതിനകത്തുണ്ടായിരുന്നു. അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു ഇസ് ഓൾസോ included, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ we have to write the matrix once again. Okay, യുവിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ 1-ൽ യുവിൽ 45 കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദിസ് മെട്രിക്സ് അഗെയിൻ. യു എന്ന് ഇവിടെ എഴുതി ചേർത്തിട്ട് താഴെ യു എന്ന് എഴുതി ചേർത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സ്കോർസ് യുവിന്റെ കറസ്പോണ്ടിങ് സ്കോർസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ there will be 6 rows and 5 column. സൊല്യൂഷൻ എന്തായി പോവും? അൺബാലൻസ്ഡ് ആവും. സോ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ബാലൻസ് യു ഹാവ് ടു ക്രിയേറ്റ് എ ഡമ്മി കോളം. ഒരു ഡമ്മി കോളം 6 എന്ന് പറയുന്ന ഒരു ഡമ്മി പൊസിഷൻ, ബാറ്റിംഗ് പൊസിഷൻ ആണല്ലോ. ഒരു ഡമ്മി ബാറ്റിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ റീവർക്ക് ഔട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഒന്നേന്ന് ഇപ്പൊ ഈ ചെയ്ത പോലെ തന്നെ. അപ്പോഴും മാക്സിമൈസേഷനിലായിരിക്കും ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അപ്പൊ ഓപ്പർച്യൂണിറ്റി ലോസ് മെട്രിക്സ് തൊട്ട് വീണ്ടും യു ഹാവ് ടു റീവർക്ക് ഔട്ട് ഇറ്റ്. മിസ് Q1 ക്വസ്റ്റ്യനിൽ 42 അല്ലേ മിസ്? ലാസ്റ്റ് ആൻസറിൽ 41 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 42 തന്നെയാണ് എഴുതുന്നത്. ഓ, എനിക്ക് മാറിപ്പോയി മിസ്. ഓക്കെ. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ യുവിനെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് ഐ വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തൊട്ട് വിൽ ഡിസ്കസ്. അപ്പം ഐ വിൽ ഷെയർ ദി ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് 3യുടെയും 4ന്റെയും ക്വസ്റ്റ്യൻ ഐ വിൽ ഷെയർ ഇറ്റ് ടു യു ഇൻ അഡ്വാൻസ്. ഷെയർ ചെയ്യാണ്, യു ക്യാൻ ഡു ദാറ്റ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ദിസ് ക്വസ്റ്റ്യൻ, this is a combination of the both type which we discussed. അതുകൊണ്ടാണ് ഞാനിത് അപ്പോഴേ പറയാതെ പോയത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഒരു ഡമ്മി നമ്മൾ റോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക, ഡി എന്ന് പറയുന്നത്. പക്ഷേ ഈ അൺബാലൻസ്ഡ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ഓണർ ഓഫ് എ സ്മോൾ മെഷീൻഷിപ്പ്, 4 മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ടു അസൈൻ ജോബ്സ് ഫോർ ദ ഡേ. പക്ഷെ 5 ജോബ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സീ ദ സിറ്റുവേഷൻ, 4 മെഷീൻസ് ആൻഡ് 5 ജോബ്സ് ഓഫേർഡ് വിത്ത് ദി എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റും ആണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാക്സിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്തുമല്ല, പ്രോബ്ലം ബാലൻസ്ഡും അല്ല. സീ ദ സിറ്റുവേഷൻ, അതാ പറഞ്ഞ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ. അപ്പം എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ? വി ഹാവ് ടു മേക്ക് ദ പ്രോബ്ലം ബാലൻസ്ഡ് വൺ. അപ്പൊ ഇൻട്രൊഡ്യൂസ്, ഇവിടെ 5 ജോബ് ഉണ്ട് പക്ഷെ 5 മെഷീൻസ് ഇല്ല. സോ ഇൻട്രൊഡ്യൂസ് എ ഡമ്മി മെഷീൻ M5. ഇവിടെ 0 എന്ന് വാല്യൂസ് ഇട്ട് ഒരു റോ എഴുതി ചേർക്കുക. ഓക്കെ, അതാണ് നമ്മൾ ടൈപ്പ് 3 പഠിച്ചത്. ഇനി ഈ ക്വസ്റ്റ്യൻ മാക്സിമൈസേഷൻ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടതുപോലെ ഓപ്പർച്യൂണിറ്റി ലോസ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്യണം, റോ ഓപ്പറേഷൻ ചെയ്യണം, കോളം ഓപ്പറേഷൻ ചെയ്യണം. ഇറ്റ് കണ്ടിന്യൂസ്. ബാക്കി എല്ലാ സ്റ്റെപ്പും മാർക്കിങ്, ഒപ്റ്റിമാലിറ്റി അതെല്ലാം സി. ദിസ് ഇസ് 1 ക്വസ്റ്റ്യൻ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആയി. ദെൻ മാക്സിമൈസേഷന്റെ കേസിൽ ഇവിടെ തന്നിട്ടുണ്ട്. മാക്സിമൈസേഷന് എപ്പോഴും ആദ്യം ഏത് കേസ് തന്നെയാണെങ്കിലും, ടൈപ്പ് 1 ആയാലും 2 ആയാലും 3 ആയാലും വാട്ട് എവർ ബി ദ കേസ്, ആദ്യത്തെ സ്റ്റെപ്പ് യു ഹാവ് ടു എൻഷുർ ദ പ്രോബ്ലം ഇസ് എ ബാലൻസ്ഡ് വൺ. സോ ദിസ് ക്വസ്റ്റ്യൻ, ദ പ്രോബ്ലം ഇസ് എ ബാലൻസ്ഡ് വൺ. J4, 4 ജോബും 4 മെഷീൻ. ഓക്കെ, അപ്പം മാക്സിമൈസ് ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിസിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് ഓപ്പർച്യൂണിറ്റി ലോസ് മെട്രിക്സ് ചെയ്യുക. റിമൈനിങ് സ്റ്റെപ്സ് ആർ ദ സെയിം. ഇതൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെയും പറയുന്നുണ്ട്, മാക്സിമം എഡ്യൂക്കേഷൻ ക്വാളിറ്റി കിട്ടുന്ന രീതിയിൽ യു ഹാവ് ടു അസൈൻ ദി കോഴ്സസ് ടു ദി ഇൻസ്ട്രക്ടേഴ്സ് എന്ന്. അപ്പോൾ ഹിയർ ഓൾസോ യു ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് ദി മാക്സിമൈസേഷൻ. You are trying to work out a problem with maximization objective. So first you have to prepare opportunity loss matrix, then row operation, column operation, marking, test of optimality. The third question of maximization, 5 different machines can do any 5 required job. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, 5 മെഷീന് 5 ജോബ്. അപ്പോൾ ബാലൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് ആയതുകൊണ്ട്
you have to prepare the opportunity loss matrix. ബാക്കി steps എല്ലാം the same. Okay. So 3 questions for the type 4 2 questions for type 3 ആണ്. അതിൽ 2 questions for type 3 എന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ PDF ലാസ്റ്റ് ക്വസ്റ്റ്യൻ, this question is an application of both the types which we discussed today. Okay, I will share it to you. Questions share it again. If there is any doubts with regard to the topics which we discussed today, you can ask me.